കെറോസിൻ ക്രീക്കിലേക്ക് ഇവിടുന്ന് പോയാണ്. ഞങ്ങൾ ഇനി ഒരു കാറും കൂടെ ഉണ്ട്. ഈ കാറിലുള്ള ആൾക്കാരാണ്. നമ്മുടെ ഡ്രൈവർ കുലുക്കാതെ ഷേക്ക് ആവാതെ വണ്ടി ഓടിക്കും. ഷേക്കായി ന്യൂസിലാൻഡിന്റെ ഖരിതാപമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ റോഡും വഴിയും നമ്മൾ അതിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ്. എന്ത് രസമാണ്. ഇതാണ് നെൽപ്പാടമാണ്. നെൽപ്പാടം പൂത്തുലഞ്ഞ പുഞ്ചപ്പാടം. മുന്നിൽ കാണുന്നതാണ് വൈക്കാട്ടോ വാലിന്റെ റിവർ. വൈക്കാട്ടോ വാലിന്റെ മല. നമ്മൾ ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ വീഡിയോ പിടിക്കാൻ തോന്നിയത്, ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നത്. അത്രയ്ക്ക് അതിമനോഹരമായ സ്ഥലമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് രസമാണ് നോക്കി.
റിസോർട്ടിലേക്ക് കെറോസിൻ ക്രീക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വരുന്ന വഴിക്കുള്ള വിജനമായ വഴികളും മരുഭൂമിയും ഗ്രൈവൽ റോഡുമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് തെർമൽ പൂള്. ഈ കാണുന്നതാണ് തെർമൽ പൂള്. ഇതൊരു വലിയൊരു തെർമൽ പൂളാണ് കാണുന്നത്. നമ്മളൊക്കെ അതിൻ്റെ അകത്ത് വേണമെങ്കിൽ കുളിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഒരു പുഴ ഒഴുകി വരുന്നതാണ്. ആ പുഴയിലേക്കാണ് നമ്മൾ ഇറങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഡ്രൈവർ കുറച്ച് വൃത്തിയിൽ വണ്ടി ഓടിക്കും. ഞങ്ങളുടെ വണ്ടി കുലുങ്ങുന്ന ഡ്രൈവർ. ഇതാണ് ഞങ്ങളുടെ സെവാനാണ് ഞങ്ങളുടെ ഡ്രൈവർ. സെവാന് നേരാണ് വണ്ടി ഓടിക്കാനൊന്നും അറിയത്തില്ല. സെവാൻ ടയോട്ടയിലെ പണിയെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, വണ്ടി ഓടിക്കാനൊന്നും അറിയത്തില്ല. ഇയാൾ എങ്ങനെയാണോ അവിടെ വെച്ചോണ്ടിരിക്കുന്നത് ദൈവത്തിനറിയാം. ദൈവത്തിനല്ല, അതന്നെ നിങ്ങളുടെ ആള് വേറെ പോക്കോ എന്താണ് ഗ്രേയോ? ഇതുപോലെ തിക്കായ മറ്റേ പൈൻ ഫോറസ്റ്റ് ആണ് നിങ്ങൾ കാണുന്നത്. ഇതിന്റെ ഉള്ളിലെങ്ങാണ്ടും വീണിട്ടുണ്ടെങ്കിൽ ആമസോണിൽ കയറിയാലാണ്. ഇതിന്റെ ഉള്ളിൽ സൂര്യപ്രകാശം കഴിഞ്ഞ് കിടന്നിട്ട് 20 വർഷമായെന്ന് തോന്നുന്നു. കാരണം 20 വർഷമായി ഈ ചെടി വെച്ചിട്ട്. സ്ഥലം എത്തി. അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ വഴിയില്ല. വായിക്കടാ 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 ഏതാണ് വായിക്കടാ. Toxic to people and will be present on the ground from 25 to 1981. Oh, do not touch poison. Wait, watch children. പിന്നെ ഇത് വാങ്ങാൻ വേണ്ടി അല്ല, ഇത് വായിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ. ആ, ഇതൊക്കെ വായിച്ചു പഠിച്ചിട്ട് മാത്രം ഓരോരോ പരിപാടികൾ ചെയ്യുന്ന മനുഷ്യരാണ് ഈ കാണുന്നത്. റെയിൻബോമുണ്ട്, സീനിക് റിസർവ്, അങ്ങനെ ഇത് ഇവിടെയുള്ള സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ഇവിടേക്ക് എത്ര ഇന്ത്യക്കാർ വന്നിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ ഇവിടെയൊക്കെ നോക്കിയാൽ മതി. ആരെങ്കിലും എവിടെയെങ്കിലൊക്കെ എന്ത് എഴുതി വെച്ചിട്ടുണ്ടോ? ഇന്ത്യക്കാരെ കൊണ്ട് മാത്രം പറ്റുന്ന കാര്യമാണ് ഇതൊക്കെ. അവിടെ അത് ശരിയാ, അവിടെ ചൂടാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും എല്ലാവിധ സാധനങ്ങളും വെള്ളം, ഫുഡ്, അങ്ങനെയുള്ള സകല സാധനങ്ങളും കരുതി എല്ലാവരും റെഡിയാകുകയാണ്. കൂലങ്കുലുഷിതമായി ചിന്തിക്കുകയാണ് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യേണ്ടത്. പാവങ്ങളുടെ സുജിത് ഭക്തൻ ബൂംബാങ്ങിന്റെ വണ്ടിന്റെ പാട് അവൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതാണോ ബൂംബാങ്ങിന്റെ വണ്ടിന്റെ പാട്? അതെങ്ങനെ നിനക്ക് മനസ്സിലായി? കെറോസിൻ ക്രീക്ക്. സിനിമാറ്റിക് വണ്ണ് പിടിക്കണോ? ബൂംബാങ് സുജിത് ഭക്തനും പോയ വഴിയിലൂടെ ഞങ്ങൾ വീണ്ടും സഞ്ചരിക്കുകയാണ്.
ഇതിൻ്റെ കൂടുതൽ സത്യസന്ധത തേടി. ഇവിടെ ചൂടുവെള്ളമുണ്ടോ, വെള്ളത്തിൽ ചൂടുണ്ടോ? ഈ ഇങ്ങോട്ടേക്കുള്ള വഴി വളരെ മോശമായിട്ടുണ്ട്. ഒരുമാതിരി ഇന്ത്യയിലുള്ള സംഭവങ്ങളുടെ വഴി പോലെയുണ്ട്. വൃത്തി വളരെ കുറഞ്ഞു കാണുന്നു. ഇവിടുത്തെ ചപ്പ് ചവറുകളൊന്നും വെട്ടിയിട്ടില്ല. പിന്നെ ഈ ന്യൂസിലാൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ പാമ്പില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഏത് കാടിൻ്റെ അകത്തൂടെയും ധൈര്യത്തിൽ നമുക്ക് പോകാൻ പറ്റും. ചെളിയല്ലേ, അതല്ലേ വേണ്ടേ? ഇവിടുത്തെ ചെളിയല്ലേ വേണ്ടേ? ആ, ഇതാണ് കെറോസിൻ. ഇവിടെ വീടല്ല, ഇതിൽ തെറ്റുവേ. ആ ശരിയാ, മണ്ണെണ്ണേൻ്റെ മണം വരുന്നുണ്ട്. വീഴാതെ വരണേ, അവിടെ തിന്നും. നിലത്തോക്കി കിടക്കടി. ഇവിടെ എന്ത് കണ്ടിട്ടാ രസം? ഈ ചേറ് കണ്ടിട്ട് ആ ഒരു 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 എന്താ പറയാ, ഒരു വന്യത ഫീൽ ചെയ്യുന്നുണ്ട്. ടാറ്റുവാ, ടാറ്റ. അത് ഇതല്ലടി, അവരൊരു പണ്ട് പോയതാ. പൂവിനെ കുറ്റം പറഞ്ഞിട്ട് പൂവിന്റെ ഫോട്ടോ എടുക്കണം. ഭീകരത നമ്മളിവിടെ ഇങ്ങനെ കാണുമ്പോൾ ജുറാസിക് പാർക്കിൻ്റെ അകത്തെ ഒരു സീൻ പോലെ ഓർമ്മ വരുന്നില്ലേ? നമ്മൾ കെറോസിൻ ക്രീക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ജുവിനെ തോട്ടപ്പുഴു കടിച്ചു എന്ന് തോന്നുന്നു. വെള്ള ഷൂ ഒക്കെ ഇട്ടിട്ട് വന്നേക്കുവാണ്. അടിപൊളി. സാരമില്ല, അതിനി ഒന്നും നോക്കണ്ട. അതിനി മറന്നേക്ക്, നമുക്ക് പോകുന്ന വഴിക്കെടുത്ത് ചപ്പിൻ്റെ അകത്ത് കളയാം. ശരി, എൻ്റെ ദൈവമേ, എൻ്റെ പച്ച നിക്കറൊന്ന് മഞ്ഞാവുമല്ലോ. നല്ല സ്റ്റീപ്പാണ് ഇതിനകത്ത്. ഇതാണ് ആ വെള്ളച്ചാട്ടം. ഏടാ, അവിടുന്ന് വീഴല്ലേ മക്കളെ. കുളിസീനെടുക്ക. എന്നാ അവിടെ ആളുണ്ടോ? ആ, എന്നാ പിന്നെ അവിടെ പോവാ. ആളില്ലാത്തോടത്ത് ഇറങ്ങാം. ആ അല്ല, അത് റെക്കോർഡായില്ല. ഇതുപോലെ ഒരുപാട് മലകളും മരങ്ങളും കല്ലുകളും മുള്ളുകളും താണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഒരു കുളിക്കടവ് കണ്ടുപിടിച്ച് വന്നിരിക്കുന്നത്. ഇവിടെ അങ്ങനെ ഇറങ്ങിയാലോ? ഇതൊരു മരമാണോ? ഇതാണ് നമ്മുടെ സെവാനാണ് മുന്നിൽ പോകുന്നത്. ഈസി ഈസി ഈസി. ആയില്ല, ആ തരാം തരാം.
കഷ്ടപ്പെട്ടാണ് ഇറങ്ങി വരുന്നത്. ആടെ വീഴുന്നു. ഈ ഒരു സെറ്റപ്പ് അല്ലേ? ഏത് നമ്മുടെ പിള്ളേരെയായിട്ട് അംഗനവാടി, എടാ ശിവി, പിള്ളേരെയായിട്ട് അംഗനവാടി ടീച്ചർ പോയിരിക്കുകയാണ്. എടാ നീ ഇതിന്റെ അകത്ത് നോക്കി എന്നാ രസമാണ്. അടിപൊളി. ഇതാണോ? ആ ഇതൊരു വലിയ കുളിക്കളമാടി. എന്നാ തീർന്നു. എന്നെ പിടിക്കണ നീ. എനിക്ക് കൊണ്ടാൻ പറ്റിയ വീട്ടില് എന്നതുകൊണ്ട് വരുന്നു. മഞ്ഞളാണോ? ഇത് മറ്റേ ഇവിടുത്തെ വാട്ടറിനെ പോലെ നീ ഫോട്ടോ എടുക്കട്ടോ, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷെ ഇതല്ല ഒന്നുകൊണ്ട് തേക്കേണ്ടത്. വെള്ളം തെറിപ്പിക്കല വാച്ച് നിന്നെ തെറിപ്പിച്ച് നീ കരഞ്ഞല്ലേ കഴുത. അതല്ല അവൻ പറഞ്ഞിട്ടുണ്ടല്ലേ അവന്റെ മഞ്ഞായത്. അപ്പൊ കറക്റ്റ് അപ്പൊ ഓവില്ലാന്നോണേ. അതിന് വെള്ളക്കാരൻ ഉള്ളിൽ പോയി ഫോട്ടോ എടുത്തടി. With some other kind of chemicals, which gives a good relief effect for the skin. നമുക്ക് അവിടെ ഇരിക്കാം. ആ വെള്ളച്ചാട്ടത്തിൽ പോയില്ലെങ്കിൽ ശരിയായല്ലോ. അവിടെ പോയിട്ട് മറ്റേ നമ്മുടെ സ്വന്തം യൂട്യൂബർ ജസ്റ്റിൻ. അതല്ലടി പന്നി. എടി 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 അതന്നെ. നിർത്തിയോ? അവിടെ ഡാൻസ് പഠിപ്പിക്കുവായിരുന്നു. ആ കളറെണ്ണ എടുക്കുന്നത് പറഞ്ഞേ അവരോട് ഇറങ്ങാൻ. എനിക്ക് തണുക്കണമെന്നില്ലേ? ഇവിടുത്താണെങ്കിൽ നല്ല ചൂടായിരിക്കും. എത്ര നേരം വെള്ളത്തിൽ മുങ്ങി കിടക്കാൻ പറ്റോ? വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി വെക്കാം. ഇവിടെ വന്നിരുന്ന ആദ്യം
ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഹോട്ട് പൂൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ബാക്കി പറയാനുള്ളത് പറയും. പറഞ്ഞു അഞ്ചൊന്ന് ചാടി കുളിച്ചല്ലേ, ഡൈവ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. കുറച്ചുകൂടി കളറൊക്കെ വെച്ചില്ലേ? അതെയാ, സ്വർണത്തിന്റെ കളറ്, സ്വർണത്തിന്റെ കളറായി. ഈ വെള്ള കളർ അത് മാറിയിട്ടില്ല, മാറിയില്ല. പറയടാ, അവസാനം ഇത് മാത്രമേ ഉള്ളൂ ബാക്കി. ഒരു ബണ്ടം, ഒരു വണ്ണാനെ പോലെ പോവുകയാണ്. പറയണ ഇതിന്റെ എക്സ്പീരിയൻസ്. നമ്മളിവിടെ ഇതിൽ കൂടെ പോവുകയാണ്. ഇതിലും വഴി പോകുമ്പോൾ ആൾക്കാരിവിടെ കുളിച്ച് കയറി പോകുന്നുണ്ട്. ഇത് നമ്മുടെ പിള്ളേരൊക്കെ മുന്നിൽ കൂടെ പോകുന്നുണ്ട്. നേരെ നോക്കി നടക്കൂല. ആടെ വെയിറ്റ് ചെയ്യ്. ഇന്നലെ മഴ പെയ്തുകൊണ്ട് ഇവിടെയൊക്കെ മൊത്തം ചളിയായി കിടക്കുകയാണ്. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ വൃത്തി മനോരം വന്നേനായിരുന്നു. ആ വണ്ടിയെ കയറ്റിയതാ. ഒരു പാലം കടക്കാൻ വേണ്ടി ഇവിടെ സയൻസ് ഉപയോഗിക്കുകയാണ് ഇവര്. അതന്നെ അതന്നെ. ഇല്ല, അത് ഞാൻ സ്റ്റീവിനെ താഴെ നിന്ന് വലിച്ചു കയറ്റിയാലും ഇരിക്കും. ഞാൻ താഴെ പോയാൽ ഞങ്ങളിവിടെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഞങ്ങൾ കറോക്സിംഗ് ക്രീക്കിലാണുള്ളത്. ഞങ്ങൾ അവിടുന്ന് കറോക്സിംഗ് ക്രീക്കിൻ്റെ അവിടുന്ന് ഞങ്ങളുടെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാവരും ഒന്ന് സെറ്റായി അത്യാവശ്യം ഞങ്ങൾക്ക് ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഫ്രൂട്ട്സ്, ചിപ്സ്, ചോക്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് വരികയാണ്. നേരെ വീട്ടിൽ പോകുന്നു, അവിടെ നിർത്തുന്നു, എന്നിട്ട് പൊറോട്ട ചിക്കൻ. ഇതാണ് ഹോട്ട് പൂളിൻ്റെ ആരംഭം. ഇവിടെ വെച്ചാണ് ഹോട്ട് പൂൾ തുടങ്ങുന്നത്. ഇതിൽ കൂടെ ഇറങ്ങാൻ വേണ്ടി ഒരു വഴിയുണ്ട്. നല്ല നീല കളറുള്ള മിനറൽ വാട്ടറാണ് ഈ കാണുന്നത്. ഉണ്ടോ? ഇവിടെ നിന്നാണ് ഈ ഹോട്ട് പൂൾ തുടങ്ങുന്നതെന്ന് തോന്നുന്നു. ഇവിടുന്ന് താഴേക്കാണ് നമുക്ക് ആ ഹോട്ട് പൂളിലേക്കുള്ള വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഹോട്ട് പൂളല്ല, ഹോട്ട് സ്ട്രീം. നല്ല രസമുണ്ട് കാണാൻ, അടിപൊളി. ഇവിടെ എന്തോ സാധനം മറിഞ്ഞ് കിടപ്പുണ്ട്, ഞാനൊന്നും കാണുന്നില്ല. വരുന്ന വഴിക്ക് ഇവിടെ ഒരു ഹോട്ട് പൂളുണ്ട്. നേരെ ഹോട്ട് പൂളിലേക്ക് വന്നു. അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഹോട്ട് പൂൾ. വെള്ളം തിളയ്ക്കുന്നു, മഡ് പൂൾ. വെള്ളം തിളയ്ക്കുന്നു. വാവ്, ഇതിൻ്റെ അടിയിൽ വോൾക്കാനാണ്. ഇതാണ് മഡ്. ചൂട് കാരണമാണ് ഇങ്ങനെ. നമ്മൾ ചിന്തിക്കുക എത്ര ടെമ്പറേച്ചർ ഇവിടെ ഉണ്ടാവും. ഇതിലേക്കിടയ്ക്ക് ചെറിയ ചെറിയ കൊമ്പൊക്കെ ചെറിയ ചെറിയ വൃത്തിക്കൂടെയൊക്കെ തിളയുണ്ട്. ഇതൊക്കെ വോൾക്കാനോൻ്റെ ചെറിയ ചെറിയ എഫക്റ്റാണ്. ഇവിടെ ഇങ്ങനെ മുന്നോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ വൈറ്റാപ്പ്. ഇതാണ് വൈറ്റാപ്പ്.
എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കഥകളൊക്കെ. ഇവിടെ ഇത് പോസ്റ്റ് ചെയ്തിട്ട് കാണാം. അങ്ങോട്ടേക്കൊരു വാക്ക് വേ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവിടെ മഡ്പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ചെറിയൊരു സീനിക് വ്യൂ ആണ്. ഇവിടെയൊക്കെ മഡ് തന്നെയാണ്, എല്ലായിടത്തും മഡ് തിളച്ച് വീഴുന്നതാണ് കാണിക്കുന്നത്. ഇവിടുന്ന് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ മഡ്പൂള് അതിൻ്റെ സെറ്റപ്പൊക്കെ തന്നെയാണ്. ഇവിടെയൊക്കെ മഡാണ്, മൊത്തം മഡോട് മഡ്. ആ സൾഫറിൻ്റെ മണമുണ്ട് ഇവിടെ, അത് മാരകമായ സൾഫറിൻ്റെ മണമുണ്ട്. ഇവിടെ അങ്ങനെ വീണാൽ തീർന്നു. 80 മുതൽ 100 ഡിഗ്രി സെൽഷ്യസിലാണ് ഇവിടുത്തെ ചൂട്. അതാണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനൊരു 100 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ട്. ഈ ഇതിലെങ്ങാനും താന്നു പോയാൽ അടിപൊളി, സൂപ്പർ. അടിക്കൂടെ ഒരു വഴി കണ്ടു. അപ്പോൾ ഞാൻ ആ വഴി ഇങ്ങനെ മേലേക്ക് വരുവാണ്. അവിടെ നിന്നാകുമ്പോൾ ടോട്ടലി എല്ലാം കൂടെ ഒരുമിച്ച് മേലെ നിന്ന് കാണാൻ ഒരു വ്യൂ അവർ ഒരു സീനിക് വ്യൂ തന്നിട്ടുണ്ട്. ഞങ്ങളവിടെ പോയി അതൊന്ന് നോക്കണം എങ്ങനെയുണ്ടെന്ന്. അടുത്ത രൂക്ഷ ഗന്ധമാണ്, സഹിക്കാൻ പറ്റാത്ത നാറ്റമാണ്. സത്യം പറഞ്ഞാൽ ചെറുതായിട്ടൊരു ആള് വെക്കാനുള്ള ഫീലിംഗ് ഉണ്ട്. ഇതാണ് സാധനം. എൻ്റെ മേലെ വന്നിട്ട് കാണാൻ വേണ്ടി ഭംഗിയൊന്നുമില്ല, പക്ഷേ ഇത് കാണുമ്പോൾ ഒരു ചെറിയൊരു ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു വഴി കാണുന്നുണ്ട്. അവിടെ എന്താന്ന് പോയി നോക്കാം. ഇവിടെ എന്താണുള്ളതെന്ന് അറിയത്തില്ല. ഇതൊരു റോട്ടിലേക്കാണ് എത്തിപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ തോന്നുന്നു. എന്താ അതിമനോഹരമായ പൂക്കളെ സുറ്റുപോയി വിടുന്നു. അത് മാത്രമേ ഉള്ളൂ, അങ്ങോട്ടേക്ക് വേറെ ഒന്നും കാണുന്നില്ല. നമുക്ക് തിരിച്ചു പോകുന്നതാണ് ബെറ്റർ എന്ന് തോന്നുന്നു.